അതാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. പലതും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇനി വരാൻ പോകുന്നതെല്ലാം നമ്മുടെ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട തകർച്ചകളും കാര്യങ്ങളും ഇനി വരാൻ പോകും. നമ്മൾ പലതും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അവർക്ക് വേണ്ടി കരുണയ്ക്കായി പ്രാർത്ഥിക്കുക. നാളത്തെ വിപത്തിലേക്കാണ് അവർ യാത്ര ചെയ്യുന്നത്. ദേശം ശൂന്യമായി കിടക്കണം. ആവശ്യമായ ചില പ്രാർത്ഥനാ വിഷയം ഒരിക്കലും നടക്കാതെ, ഒരു എഴമ്പേറ്റമില്ലാതെ, ഒരു ഐശ്വര്യമില്ലാതെ, ഒരു ഡെവലപ്മെന്റ് ഇല്ലാതെ നമ്മുടെ ഫാമിലി കിടക്കുന്നതിൻ്റെ പിന്നിൽ ഞങ്ങൾ കൗൺസിൽ ചെയ്യുമ്പോഴെല്ലാം, ഞങ്ങൾ ദർശനം എടുക്കുമ്പോഴെല്ലാം കിട്ടുന്നത് കുടുംബത്തിലെ ആണുങ്ങൾക്ക് വേര് പിടിച്ചിട്ടില്ല. ഇത് ഞാൻ പറയുന്നത് ധാരാളം കുടുംബങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ആണുങ്ങൾ വേര് പിടിക്കത്തില്ല. ആണുങ്ങൾ വേര് പിടിക്കാത്തതിന്റെ കാരണം തന്നെ ഇതാണ് പല കുടുംബങ്ങളും ധ്യാനം കൂടിയിട്ടും ഉയരാത്തത്. അകത്ത് ഈ വിത്ത് കിടക്കുന്നതാണ്. ധ്യാനം കൂടിയാലും ഉയരത്തില്ല. എന്തെങ്കിലൊക്കെ കയറി വരും, തറയിൽ പോകും, കയറി വരും, തറയിൽ പോകും, കയറി വരും, തറയിൽ പോകും. പ്രിയ ദൈവവൈതലെ ശ്രദ്ധിക്കണമേ. ചില കുടുംബങ്ങളുടെ വീഴ്ചയ്ക്ക് കാരണം ഈ വചനഭാഗത്തുണ്ട്. ചിലവരിങ്ങനെ പറയാറില്ലേ, ഞാൻ കുറേ വർഷമായിട്ട് ഞാൻ അധ്വാനിക്കുന്നു, എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. ചിലവർ ഇപ്രകാരം പറയുന്നില്ലേ, ഞാൻ മാനസാന്തരപ്പെട്ടപ്പോൾ ഉണ്ടായ കടബാധ്യത ഇപ്പോഴും അതുപോലെ നിൽക്കുന്നു. ചിലവർ ഇപ്രകാരം പറയാറുണ്ട്, ഞാൻ വചനം അറിഞ്ഞതാ, ഞാൻ പ്രാർത്ഥനയ്ക്ക് വന്ന, ഞാൻ വചനം പ്രസംഗിക്കുന്നതാ, പക്ഷേ എനിക്ക് ഐശ്വര്യം എന്ന് പറയുന്നതില്ല, ഞാൻ തൊടുന്നതെല്ലാം ഫ്ലോപ്പാവുക. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ചിലവർ പറയും, ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങിയിട്ടും ഞാൻ രോഗിയായി തീർന്നു എന്ന് പറയുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നുള്ളത് ഈ വചനത്തിൽ വ്യക്തമാണ്. ഈ വചനത്തിൽ വ്യക്തമാണ്. പ്രിയ ദൈവ പൈതലേ, നീ ദൈവത്തെ അറിഞ്ഞിട്ടും ഉയരാത്തത്, പ്രിയ ദൈവ പൈതലേ, നീ ദൈവത്തെ അറിഞ്ഞിട്ടും നീ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാത്തത്, പ്രിയ ദൈവ പൈതലേ, നീ ദൈവത്തെ അറിഞ്ഞിട്ടും നിന്റെ ബാധ്യത മാറാതെ നിൽക്കുന്നത് എന്താണെന്ന് നീ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ക്ലാസ് എടുക്കുന്നത്. ഈ വചനം കേട്ടിട്ടെങ്കിലും നിങ്ങൾക്ക് അല്പം മാനസാന്തരം ഉണ്ടാകാനും റീതിങ്ക് ചെയ്യാനും നിങ്ങൾ ഇന്നെങ്കിലും തയ്യാറാകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ വ്യക്തമായിട്ട് പറയാണ്, ദൈവത്തിന് കൊടുക്കേണ്ട ഭക്തി ദൈവത്തിന് കൊടുത്തില്ല എങ്കിൽ അത് ദൈവം ഹൃദയം പരിശോധിക്കും. നീ ദൈവത്തിന് കൊടുക്കേണ്ട സമർപ്പണമുണ്ട്, നീ ദൈവത്തിന് കൊടുക്കേണ്ട ഗ്ലോറിഫൈ ഉണ്ട്, അത് ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് കൊടുക്കേണ്ട ഭക്തിയുണ്ട്, അത് ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ട ജോലിയുണ്ട്, അത് ദൈവത്തിനായി ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം നിൻ്റെ ഹൃദയത്തിൽ വന്നാൽ മതി. നിനക്ക് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഈ സുവിശേഷത്തിലേക്ക് ഒരാൾ കയറിക്കഴിയുമ്പോൾ അയാൾക്കുണ്ടാവേണ്ട ചില യോഗ്യതകളുണ്ട്. എന്ന് വെച്ചാൽ നീ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്തത്, ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്തത്, ഹൃദയത്തിൽ ചിന്തിക്കാത്തതായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിന്നെ നിറയ്ക്കുമെന്ന് പഠിപ്പിക്കുന്നതും ബൈബിൾ തന്നെയാണ്. ആ ഒരു പ്രത്യാശയിലേക്കോ ആ ഒരു ഭാഗ്യത്തിലേക്കോ നിനക്ക് കയറാൻ പറ്റത്തില്ല. കാരണം നിൻ്റെ ഹാർട്ട് ദൈവം നോക്കും, നിൻ്റെ ഹൃദയം എങ്ങനെയാണെന്ന് നോക്കും. അപ്പോൾ കോഴി നിറച്ചോ എന്താ കുഴപ്പം? കോഴി നിറച്ചൊക്കെ എന്താ കുഴപ്പം? കോഴിയെ ബലി കൊടുക്കുന്നതിൽ എന്താ കുഴപ്പം? ആടിനെ ബലി കൊടുക്കുന്നതിന് എന്താ കുഴപ്പം? ദൈവവചനമല്ലേ എന്ന് ദൈവമക്കൾ ചിന്തിക്കരുത്. അതൊക്കെ നമ്മുടെ മനസ്സിൽ, ദൈവമക്കളുടെ മനസ്സിൽ കടന്നാൽ വരുന്ന പ്രശ്നം, നിന്നെ അനുഗ്രഹിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവത്തിൽ നിന്ന് കോപവും ശകാരവും നീയും നിൻ്റെ കുടുംബവും വാങ്ങിച്ചെടുക്കും. നിന്നെ ഉയർത്താമെന്ന് പറഞ്ഞ ദൈവത്തിൽ നിന്ന് നീ താഴ്ചയും നീ സഹനവും സ്വീകരിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് ദൈവമക്കളെ, വചനം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾ വചനം വളരെ, പൗലോസ് പറയുന്നത് പോലെ, അധ്യാപകരുടെ മുമ്പിൽ കീഴടങ്ങാനുള്ള എളിമ നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങൾ നാളെ ഒരു നിരീശ്വരവാദിയായി മാറാൻ സാധ്യത വരും. നിങ്ങൾ നാളെ പ്രാർത്ഥനയ്ക്കെതിരെ സംസാരിക്കുന്നവരായി മാറാൻ ഇടയാകും. നിങ്ങൾ നാളെ പ്രാർത്ഥന കൂട്ടായ്മയ്ക്കെതിരെ പല്ലിറുക്കുകയും നിങ്ങൾ കോപത്തോടെ വീക്ഷിക്കുകയും ചെയ്യുന്നവരായി മാറും. നിങ്ങൾ പറയും, ഞാൻ ഈ പ്രാർത്ഥനയുടെ കൂടെ നടന്ന് എനിക്കൊന്നും നേടാൻ പറ്റിയില്ല, എനിക്ക്
ഒന്നും ലഭിച്ചിട്ടില്ല, പിന്നെന്തിനാ ഞാൻ ഇതിൻ്റെ കൂടെ നടക്കുന്നതെന്ന് നാളെ നിങ്ങൾ പറയും. എന്തുകൊണ്ടാണ് പറയുന്നത്? ഇനിയും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം ശരിയായ മാർഗത്തിൽ വന്നില്ലെങ്കിൽ ഇനിയും അനുഗ്രഹം പ്രാപിക്കുകയില്ല. നിങ്ങളുടെ ഹൃദയം ദൈവം പരിശോധിക്കും. രോഗികളെ നിങ്ങൾ സൗഖ്യപ്പെടാതെ ഇപ്പോഴും ഇരിക്കുകയാണെങ്കിൽ ഓർത്തുകൊള്ളാം, നിന്റെ അകത്ത് വിഗ്രഹമുണ്ട്, നിന്റെ അകത്ത് വിഗ്രഹാരാധന കിടപ്പുണ്ട്. നീ രഹസ്യമായിട്ട് വിഗ്രഹത്തെ നീ സേവിക്കുന്നുണ്ട്. നീ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ വിഗ്രഹത്തിന് വേണ്ടി നീ പൊരുതുന്നുണ്ട്. വിഗ്രഹ ആരാധനയെ നീ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് കാരണമാണ് നീ ഉയരേണ്ടതായ മേഖലകൾ വന്നിട്ട് പോലും നീ ഉയരാതിരിക്കുന്നതെന്ന് ദൈവവൈതലേ നീ തിരിച്ചറിയുക ഇന്ന് രാത്രിയിൽ. അതുകൊണ്ട് രോഗികളായിരിക്കുന്ന, സുഖം പ്രാപിക്കാതിരിക്കുന്ന, എത്ര പ്രാർത്ഥിച്ചിട്ടും സൗഖ്യപ്പെടാതിരിക്കുന്ന ദൈവവൈതലേ, നിന്റെ അകത്ത് വിഗ്രഹമുണ്ടോ? നീ ചിന്തിക്ക്. കേരളത്തിലെ ബാലിൻ്റെ പുരോഹിതർ കേരളത്തിലുണ്ടല്ലോ. അതായത് നമ്മുടെ ആൾക്കാരുടെ വരുമ്പോഴും പൂജയുണ്ട്, മറ്റുള്ളവരുടെ വരുമ്പോഴും പൂജയുണ്ട്. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മുടേത് വരുമ്പോഴും പൂജിക്കും, മറ്റവരുടെ വരുമ്പോഴും പൂജിക്കും. നമ്മുടെ വരുമ്പോഴും ആഘോഷമാണ്, മറ്റുള്ളവരുടെ വരുമ്പോഴും ആഘോഷമാണ്. സെയിം പരിപാടി ഇവന്മാർ കാണിക്കുവാണ്. ഇവരുടെ ആത്മാവാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ സെയിം പരിപാടി കാണിക്കുന്നത്. ഇവർ പണ്ട് കാണിച്ചു, നമ്മളിപ്പം കാണിക്കുന്നു. ഇവർക്ക് പറയാനായിട്ട് ന്യായീകരണങ്ങളുണ്ട്, ഈ നമ്മുടെ ആൾക്കാർക്ക് പറയാനും ന്യായീകരണങ്ങളുണ്ട്. അവരും രണ്ടിടത്തും കൂടെ ചേർന്ന് നിൽക്കുകയാണ്, ഇവരും രണ്ടിടത്ത് ചേർന്ന് നിൽക്കുകയാണ്. ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേട്ടോണേ. അപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഇവർ കർത്താവിൻ്റെ ഏക കർത്താവാണെന്നും മറ്റൊരു കർത്താവില്ലെന്നെല്ലാം പുരോഹിതൻ പഠിപ്പിച്ചു കൊടുത്തെങ്കിലും, പക്ഷേ ആ പുരോഹിതനാകട്ടെ ആളാരാണ്? ആ പുരോഹിതനോ ഈ ജെറോബാമിൻ്റെ ശിങ്കിടിയായ പുരോഹിതനാണ്. അവനോ ഈ പറയുന്ന കണക്ക് അന്യ ആരാധനയായിട്ട് നല്ല ബന്ധമുള്ളവനാണ്. അതുകൊണ്ട് അവൻ ഈ അന്യ ആരാധനയൊന്നും എതിർക്കത്തില്ല. അത് നിങ്ങൾക്ക് മുന്നോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. കാരണം ഇത് ജെറോബാമിൻ്റെ പുരോഹിതനാണ്. കാരണം ജെറോബാമേ അന്യ ആരാധനക്കാരനായിരുന്നു. അതുകൊണ്ട് ഇതിനെയൊന്നും അയാൾ എതിർക്കത്തില്ല. അയാൾ പറയും, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ കർത്താവിനെയും കൂടെ അങ്ങ് പൂജിച്ച് പോയാൽ മതി എന്നേ ഈ ഇങ്ങനെയുള്ള പുരോഹിതർ പറയത്തുള്ളൂ. അതിലൊന്നും കുഴപ്പമില്ല, എല്ലാം ഒരു നാട്ടു നടപ്പില്ലേ, ഒരു നാട്ടിൽ കൂടെ പോകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ പോകണ്ടേ എന്നൊക്കെ ഈ വലിയ നാട് വർത്താനമൊക്കെ പറയത്തില്ലയോ, ആ ടൈപ്പ് പുരോഹിതനാണ് ഇവിടെ വന്ന് ഉപദേശം കൊടുക്കാൻ വന്നത്. ഇനി കേട്ടോളുക. ഇന്നും അവർ അങ്ങനെ തുടരുന്നു. ഇന്നും അവർ അങ്ങനെ തുടരുന്നു. ഇനി കേട്ടോണേ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. അവർ കർത്താവിനെ ഭയപ്പെടുന്നില്ല. ഇസ്രായേൽ എന്ന് അവിടുന്ന് വിളിച്ച യാക്കോബിന്റെ സന്തതികൾക്ക് അവിടുന്ന് നൽകിയ കൽപ്പനയോ നിയമമോ പ്രമാണങ്ങളോ ചട്ടങ്ങളോ അനുസരിക്കുന്നുമില്ല. അതായത് ഈ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ, ജീവൻ രക്ഷിക്കാൻ വേണ്ടി സിംഹങ്ങളുടെ കടി എങ്ങനെങ്കിലും ഇല്ലാതാക്കണം. അതിനുവേണ്ടി ഞങ്ങൾ നേർച്ച കാഴ്ചകൾ തരും. അതിന് കർമ്മങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യും. പക്ഷേ ഞങ്ങൾ പ്രമാണങ്ങൾ അനുസരിക്കത്തില്ല, വചനങ്ങൾ അനുസരിക്കത്തില്ല, നിയമങ്ങളുണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ അനുസരിക്കത്തില്ല. കർമ്മങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞങ്ങൾ ചെയ്യും, നേർച്ച കാഴ്ചകളൊക്കെ ഭംഗിയായിട്ട് ഞങ്ങൾ ചെയ്യും. പക്ഷേ രാത്രി ഞങ്ങളുകളടിക്കും. ഞങ്ങൾ ഈ ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കാര്യത്തിന് പോകും. അവിടെ ഈ ജീസസ് മിഷൻ്റെ പ്രവാചകന്മാരുടെ പ്രസംഗമൊന്നും ഞങ്ങൾ കേൾക്കാൻ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതികളുണ്ട്, ഞങ്ങൾ പോകും. പക്ഷേ ഞങ്ങൾ ഈ എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ ബലിയർപ്പണത്തിന് പോകും. അതുപോലെ എന്തെങ്കിലും പുണ്യാണ്ട പെരുന്നാളോ പുണ്യവതിയുടെ പെരുന്നാളോ സഹതയുടെയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യും. അന്യദൈവങ്ങളെ ആരാധിക്കരുതെന്നുള്ള പ്രമാണം അതൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. നിങ്ങൾ അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകരുത്, പറ്റത്തില്ല. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്, പറ്റത്തില്ല. കർത്താവിൻ്റെ ആത്മാവില്ലാത്തവൻ കർത്താവിനുള്ളവനല്ല, അത് ഞങ്ങൾക്ക് വിഷയമില്ല. പക്ഷെ ഞങ്ങൾ ഇതൊക്കെ ചെയ്യും. ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവന്മാരും ഇതുപോലെയാണ്. കർത്താവിൻ്റെ പ്രമാണങ്ങൾ, കർത്താവിൻ്റെതായ കാര്യങ്ങളൊന്നും അനുസരിച്ചിരുന്നില്ല. അവരെന്ത് ചെയ്തിട്ട് അവർ നേരത്തെ എങ്ങനെയാണോ അതുപോലെ തന്നെ അവർ ജീവിച്ചു. അവർ നേരത്തെ എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിച്ചു. ഞാൻ കേൾക്കുന്ന ദൈവമക്കൾ ഒന്ന് ശ്രദ്ധിക്കണേ, എല്ലാവരും കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഞാൻ പറയാം. ഞങ്ങൾക്ക് പരിചയമുള്ള അനേകം പേർ റോക്കറ്റ് പോലെ കയറി വന്നിട്ടുണ്ട്.
വളരെയേറെ ഉയർന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പരിചയമുള്ള അത് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അവർ ഈ അന്യാരാധനയോ ബാക്കി കാര്യങ്ങൾക്കൊന്നും പോയില്ല. അവരെന്താ ചെയ്തത്? ഇതിൽ പറഞ്ഞിരിക്കുന്ന വചനമുണ്ട്. അവരെന്താ പറയുന്നത്? അവർ കർത്താവിനെ ഇതിൽ പറയുന്നുണ്ട്, അവർ കർത്താവിനെ ഭയപ്പെടുന്നില്ല. അവർ കർത്താവിനെ ഭയപ്പെടുന്നില്ല. ഇസ്രായേൽ എന്ന് അവിടുന്ന് വിളിച്ച യാക്കോബിന്റെ സന്തതികൾക്ക് അവിടുന്ന് നൽകിയ കൽപ്പനയോ നിയമമോ പ്രമാണങ്ങളോ ചട്ടങ്ങളോ അനുസരിക്കുന്നുമില്ല. എന്തൊക്കെയാണെന്ന് നിങ്ങൾ നോക്കിയേ, കേട്ടു നോക്കിയേ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്ക്. അവർ കർത്താവിനെ ഭയപ്പെടുന്നില്ല. ഇസ്രായേൽ എന്ന് അവിടുന്ന് വിളിച്ച യാക്കോബിന്റെ സന്തതികൾക്ക് അവിടുന്ന് നൽകിയ കൽപ്പനയോ നിയമമോ പ്രമാണങ്ങളോ ചട്ടങ്ങളോ ആണ്ടോ. എന്തൊക്കെ കാര്യങ്ങളാ നോക്ക്. കൽപ്പന, നിയമങ്ങൾ, പ്രമാണങ്ങൾ, ചട്ടങ്ങൾ, ഇതൊന്നും അവരനുസരിക്കുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. അത് നമ്മുടെ ചില സ്വഭാവങ്ങളുണ്ടല്ലോ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, എല്ലാ ദൈവ മക്കളും കേട്ടുകൊള്ളുക. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനാണ്. ശ്രദ്ധിക്കുക, ഓർത്തുകൊള്ളുക, ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനാണ്. ദൈവം നിന്റെ ഹൃദയം പരിശോധിക്കും. അന്യജാതി കൾച്ചറിനോട് ഏതെങ്കിലും തരത്തിൽ ഒരു മമത നിന്റെ അകത്തുണ്ടെങ്കിൽ, ഒരല്പമെങ്കിലും പോസിറ്റീവ് ചിന്ത നിന്റെ അകത്തുണ്ടെങ്കിൽ, അത് ദൈവം പണ്ടേ കണ്ടിട്ടുള്ളതാണ്, ഇപ്പോഴല്ല. പത്രോസേ, നീ എന്നെ കോഴി 3 വട്ടം കൂവുന്നതിന് മുമ്പ് തന്നെ നീ എന്നെ തള്ളി പറഞ്ഞിരിക്കും. അന്ന് പത്രോസിനെ അറിയത്തില്ലായിരുന്നു, യേശു നേരത്തെ കണ്ടു. നിങ്ങളുടെ അകത്ത് ഈ ചിന്തയുണ്ടെങ്കിൽ പണ്ടേ കണ്ടിട്ടുണ്ട്. നിന്റെ അകത്ത് ഈ വിത്ത് കിടക്കുന്നത്. ഒരല്പം മമത മതി, നിന്നെ നോട്ട് ചെയ്യും ദൈവം. ഇതാണ് പല കുടുംബങ്ങളും ധ്യാനം കൂടിയിട്ടും ഉയരാത്തത്. അകത്ത് ഈ വിത്ത് കിടക്കുന്നതാണ്. ധ്യാനം കൂടിയാലും ഉയരത്തില്ല. എന്തെങ്കിലൊക്കെ കയറി വരും, തറയിൽ പോകും, കയറി വരും, തറയിൽ പോകും, കയറി വരും, തറയിൽ പോകും. പ്രിയ ദൈവവൈതലേ, ശ്രദ്ധിക്കുക. നിന്റെ അകത്ത് ഈ കള വളരാൻ അനുവദിക്കരുത്. അത് നിന്റെ ജീവിതത്തിലെ പല സഹനങ്ങൾ, പല നൊമ്പരങ്ങൾ സാത്താൻ പ്ലാൻ ചെയ്യുമ്പോഴാണ് ഈ കളകൾ നമ്മുടെ അകത്ത് വളരുവാൻ ഇടയാകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കളകൾ യാതൊരു കാരണവശാലും വളർത്തരുത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അടവുകൾ പ്രത്യക്ഷപ്പെടും. എപ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നത്? കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ, വീട് വെക്കാൻ തുടങ്ങുമ്പോൾ, കല്യാണം എടുക്കാറാവുമ്പോൾ. അന്നേരം ഇവരുടെ ഈ കേട്ട ചട്ടങ്ങളും ഇവർക്ക് കാണത്തില്ല, പ്രമാണങ്ങളും കാണത്തില്ല, യാതൊന്നും കാണത്തില്ല. അന്നേരം ഒരു ചെറിയ അടവിലൂടെ ഈ ദൈവം വെറുക്കുന്ന ആചാരങ്ങൾ ഏതെങ്കിലും കളർ മാറ്റിയിട്ടാണെങ്കിലും ഇവരത് നടത്തും. അവിടെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അവിടെയാണ് ദൈവം നമ്മളെ നോട്ട് ചെയ്യുന്നത്. പ്രിയ ദൈവവേദന, അവിടെ ദൈവം നമ്മളെ നോട്ട് ചെയ്യും. ദൈവം നമ്മളെ ശ്രദ്ധിക്കും. നമ്മുടെ ഹൃദയത്തിൽ ഇതുണ്ടെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെട്ടപ്പോഴേ ദൈവം ഇത് കണ്ടു കഴിഞ്ഞു. നിന്റെ ഹൃദയത്തിൽ ഇതുണ്ടെന്നുള്ളത് ദൈവം കണ്ടു കഴിഞ്ഞു. നീ അന്നേരം ഒളിച്ചും പാത്തും ചെയ്താലും ശരി, ദൈവം കണ്ടിട്ടുണ്ട്. ഇത് നിന്റെ അകത്തുണ്ട്. ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ഇതിലൊന്നും പോവാതെ ജീവിച്ചവരെ ഓർത്ത്, ഇതിലൊക്കെ ചിന്തിക്കാതെ ജീവിച്ചവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അതുകൊണ്ട് എനിക്ക് പരിചയമുള്ള അനേകം കുടുംബങ്ങളുണ്ട് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും പോകാതെ വന്നു മുതൽ ധ്യാനം കൂടി അതേ ക്വാളിറ്റിയിൽ തന്നെ നിലനിൽക്കുന്ന അനേകം കുടുംബങ്ങളെ എനിക്ക് പരിചയമുണ്ട്. അടിക്കടി ഉയർച്ച തന്നെ, ഉയർച്ചയുടെ മേൽ ഉയർച്ച തന്നെ. പക്ഷെ നിൻ്റെ അകം ശ്രദ്ധിക്കുമ്പോൾ, അതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ പറഞ്ഞത്, നീ പകൽ വന്ന് നോക്കിയാലും എന്നിൽ കുറ്റം ആരോപിക്കാൻ പറ്റത്തില്ല, രാത്രി നോക്കിയാലും എന്നിൽ കുറ്റം ആരോപിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ, ബോധമുള്ളപ്പോഴായാലും ബോധമില്ലാത്തപ്പോഴായാലും ശരി, ഞാൻ നിന്നെ നിന്ന് അകലത്തില്ല. ഇതാണ്. എല്ലാവരും ഇത് കേൾക്കണമേ, എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. ഇനി കേട്ടോളുക. കർത്താവ് അവരുമായി ഉടമ്പടി ഉണ്ടാക്കിയ ഇപ്രകാരം കൽപ്പിച്ചു, നിങ്ങൾ അന്യദേവന്മാരെ ആദരിക്കുകയോ അവരെ നമിക്കുകയോ സേവിക്കുകയോ അവയ്ക്ക് ബലിയർപ്പിക്കുകയോ ചെയ്യരുത്. പക്ഷേ ഈ കുഞ്ഞ് ജനിച്ചപ്പം നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചെന്ന് ഏത് സമയത്താണ് ജനിച്ചതെന്നൊന്ന് അറിയണമെന്നൊരു താല്പര്യം തോന്നി. അങ്ങനെ നിങ്ങൾ ആ സമയം ഒന്ന് നോട്ട് ചെയ്തു.
വെളുപ്പാങ്കാലം 3:30 നോട്ട് ചെയ്തു. പെട്ടെന്ന് വീട്ടിൽ വന്നപ്പം മനോരമ കലണ്ടറിലേക്കൊന്ന് നോക്കിയിട്ട് വെളുപ്പാങ്കാലം 3:30 ആകുമ്പോൾ ഏത് നാളായിരിക്കും എന്നൊന്ന് നോക്കണം എന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം തോന്നി. അങ്ങനെ നിങ്ങൾ കലണ്ടർ എടുത്ത് ചുമ്മാ വിശ്വാസമൊന്നുമില്ല, വിശ്വസിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, വെറുതെ ഒരു രസം, ഒരു ക്യൂരിയോസിറ്റി ഒന്നറിയാൻ വേണ്ടി ഒന്ന് നോക്കിയപ്പം കാണാം നാള് ആയില്യം മടക്കി അങ്ങ് വെച്ചു. ഇനി ആരോടും പറയണ്ട 3:30 അപ്പം നമ്മൾ ഈ നോട്ട് ചെയ്ത് ക്യൂരിയോസിറ്റിക്ക് വേണ്ടി നോട്ട് ചെയ്തതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം. അങ്ങനെ നോട്ടൊക്കെ ചെയ്ത് നമ്മളത് മൈൻഡിൽ നിന്നേ മാറ്റി. ആര് ചോദിച്ചാൽ ഞാനോ എനിക്ക് നാളെന്നൊന്നും ഞാൻ നോക്കാറില്ല. കലണ്ടറിൽ നോക്കിയത് കലണ്ടർ അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇന്നലെ വന്ന് എൻ്റെ അടുത്ത് നോക്കിയതാ കർത്താവേ, കലണ്ടർ അവിടെ നിന്നുകൊണ്ട് ടെസ്റ്റ് മണി അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ കാണിക്കും. ഈ കള്ള അടവെല്ലാം കാണിച്ച് നാളെല്ലാം നോക്കി ഒരു ഇരിപ്പങ്ങിരിക്കും. അങ്ങനെ ഇത് നമ്മൾ ചോദിക്കാൻ പറയില്ലെന്ന് പറയും. അവസാനം എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, ഈ കൊച്ചു വളർന്ന് വലുതായി കഴിഞ്ഞപ്പം കൊച്ചിൻ്റെ വളർച്ചയിൽ കൊച്ചു പറയാ, എനിക്ക് എവിടെ പോയാലും ആഹാരം കിട്ടും, ഞാൻ പട്ടിണി ഇന്നേ വരെ ഇരുന്നിട്ടില്ല, എൻ്റെ കൂട്ടുകാരെങ്കിലും എനിക്ക് ആഹാരം കൊണ്ടുതരും. അപ്പോൾ ഈ അകത്ത് ഈ തിരുവാതിര നോക്കിയ ആൾ അറിയാതെ, അല്ലെ തിരുവോണം നോക്കിയ ആൾ അറിയാതെ അന്നേരം പറയും, അത് നീ തിരുവോണത്തിലാടി ജനിച്ചത്, അതുകൊണ്ടാണ് നിനക്ക് ഒന്നിനും പഞ്ഞം ഉണ്ടാവത്തില്ല. ഇത് എങ്ങനായാലും കള്ളം എന്തെങ്കിലും പുറത്തു വരും, വാക്കിലൂടെ വരും. എന്താണ്, അത്രയും വർഷം എൻ്റെ ക്ലാസ്സൊക്കെ കേട്ടിട്ട് പുറത്തു പറയാൻ വയ്യാതെ അകത്തിലെ ഇങ്ങനെ കിടന്നിങ്ങനെ ബിമ്മിഷ്ടപ്പെട്ട് ഇരുന്ന് ജീവിച്ച ഒരു ജീവിതമേ, അതിനോടുള്ള നിൻ്റെ അകത്ത് അമിതമായ വിശ്വാസ നിമിത്തമാണ് നീ നോക്കിയിരിക്കുന്നതെന്ന് ദൈവം എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, മനസ്സിലാക്കിക്കൊള്ളുക. ഞാനിത് പറയാൻ കാരണം തന്നെ ശ്രദ്ധിക്കുക. ഈ അടുത്ത സമയത്തായിട്ട് ധ്യാനമൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പലരെയും നമ്മുടെ ടീം കൗൺസിലിങ്ങിനായിട്ട് പോയി. ഞാനും കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്, കുറച്ച് പേരെ ഞാനും മുടങ്ങാതെ കൗൺസിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ കണ്ടതിൽ സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തോട് ചേർന്ന് ജീവിക്കുന്ന കുറേ അമൂല്യ നിധികളെ ഞങ്ങൾക്കിതിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. സർവശക്തനായ ദൈവത്തിൻ്റെ പേരിന് കളങ്കം വരാത്ത രീതിയിൽ നിൽക്കുന്ന കുറേ നല്ല മനുഷ്യരെ കാണാനായിട്ടിടയായി. അപ്പോൾ ഇനി കേട്ടോളുക 34. ഇന്നും അവർ അങ്ങനെ തുടരുന്നു. അവർ കർത്താവിനെ ഭയപ്പെടുന്നില്ല, അവർക്ക് പേടിയൊന്നുമില്ല. ഇസ്രായേൽ എന്ന് അവിടുന്ന് വിളിച്ച യാക്കോബിന്റെ 35 എന്ന് വായിച്ചേ എല്ലാവരും ഒന്ന് വായിച്ചേ. കർത്താവ് അവരുമായി ഉടമ്പടി ഉണ്ടാക്കി ഇപ്രകാരം കൽപ്പിച്ചു, നിങ്ങൾ അന്യദേവന്മാരെ ആദരിക്കുകയോ അവരെ നമിക്കുകയോ. നിങ്ങൾ കർത്താവ് എന്താ പറയുന്നത്? അന്യദേവന്മാരെ ആദരിക്കുക. കേരളത്തിലെ ബാലിന്റെ പുരോഹിതരൊക്കെ ഇത് പ്രസംഗിക്കാറുണ്ടല്ലോ, ആദരിക്കണമെന്നൊക്കെ. ഇനി അടുത്തത് എന്താണ്? അവരെ നമിക്കുകയോ സേവിക്കുകയോ അവയ്ക്ക് ബലിയർപ്പിക്കുകയോ ചെയ്യരുത്. ഈജിപ്തിൽ നിന്നും തന്റെ കരുത്തുറ്റ കരം നീട്ടി നിങ്ങളെ മോചിപ്പിച്ച കർത്താവിനെ നിങ്ങൾ ആദരിക്കണം. അവിടുത്തെ നമിക്കുകയും അവിടത്തേക്ക് ബലികൾ അർപ്പിക്കുകയും വേണം. അവിടുന്ന് എഴുതി തന്ന കൽപ്പനകളും നിയമങ്ങളും പ്രമാണങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗരൂകതയോടെ പാലിക്കണം. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ്, ഏലിന്റെയും ബാലിന്റെയും ഒക്കെ പുരോഹിതന്മാർ യാഹ്വേയുടെ ബലിപീഠത്തിൽ വന്ന് ശുശ്രൂഷകൾ ചെയ്യാൻ ഒരു പുരോഹിതൻ അവൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ അവൻ പറഞ്ഞു കൊടുത്തു. അവൻ ചെയ്തത് മഹാത്തിന്മ, കാരണം അവൻ ജെറോബാമിൻ്റെ കൂടെ നടന്നില്ലേ, അവൻ എന്തും കാണിക്കും. ചെയ്തു കൊടുത്തിട്ടും പരിശുദ്ധാത്മാവ് എഴുതുന്ന ഉപദേശ വാക്കുകളാണ് ഇനി വരുന്നത്. പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ കൊണ്ട് ആത്മാവിൽ നിറഞ്ഞെഴുതുന്ന വാക്ക്. നേരത്തെ ഉള്ള എല്ലാം ചരിത്ര സംഭവങ്ങളും അവരുടെ സംഭാഷണങ്ങളുമാണ്. ഇനി വരുന്നത് പരിശുദ്ധാത്മാവ് പറയുന്ന ഉപദേശങ്ങളാണ്. അത് നമുക്കുള്ള ശക്തിയാണ്. അന്യദേവന്മാരെ ആദരിക്കരുത്. ഞാൻ നിങ്ങളുമായി ചെയ്ത ഉടമ്പടി വിസ്മരിക്കരുത്. അന്യദേവന്മാരെ ആദരിക്കരുത്.
നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആദരിക്കണം, അവിടുന്ന് നിങ്ങളെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കും. ആമേൻ. ഇവിടെ പുരോഹിതൻ തെറ്റായ ആശയങ്ങളെല്ലാം മറ്റവരെ ശുശ്രൂഷകളെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ട് അതൊന്നും ശരിയാണെന്നോ അതൊന്നും കറക്റ്റാണെന്നോ ഇവർ സമ്മതിക്കുന്നില്ല. ബൈബിളിൻ്റെ യഥാർത്ഥ ബൈബിളിൻ്റെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. യഥാർത്ഥ ബൈബിളിൻ്റെ ശബ്ദത്തിൽ എന്താണ്? അന്യദേവന്മാരെ ആരാധിക്കരുത്, അവരെ പ്രാർത്ഥിക്കേണ്ട, അവരോട് അന്യദേവന്മാരെ സേവിക്കരുത്, അവരുമായിട്ടുള്ള ബന്ധമൊന്നും വേണ്ട. നീ സെപ്പറേറ്റാണ്, നിനക്കുള്ള രാജ്യം മുകളിലാണ്. മുകളിൽ പോവുള്ളവൻ താഴെ കൂട്ടുകൂടേണ്ട, താഴെ തെറ്റായ കൂട്ടിൽ ഏർപ്പെടരുത്. സ്വന്തം വീട്ടിൽ പോകാനുള്ളവൻ സ്വന്തം വീട്ടിൽ പോകണം, അവൻ മാറിപ്പോകാൻ പാടില്ല. ഇങ്ങനെ അന്യദേവന്മാരെ ആരാധിക്കരുത്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആദരിക്കണം, അവിടുന്ന് നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. അവർ വകവച്ചില്ല. ദൈവവചനത്തിൻ്റെ മോശ കൊടുത്തിരിക്കുന്ന ദൈവവചനം ആവർത്തിച്ചെഴുതിയിട്ട് പിന്നെ 40 പറയാണ്, അവർ വകവച്ചില്ല, അവർ പഴയ പടിയിൽ ജീവിച്ചു. അവർ പണ്ടെങ്ങനെയാണോ അതേപോലെ ജീവിച്ചു. അവൻ ദൈവവചനത്തെ വകവെക്കുന്നില്ല, അവൻ പഴയപടി ജീവിക്കുവാണ്. നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കണമെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് പുറത്ത് ചാടാതെ നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. ഒരുവൻ ബിംബത്തിൽ തൊട്ടുമുത്തി അതിനെ ദൈവമായിട്ട് കാണണമെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പുറത്ത് ചാടിയതിന് ശേഷമേ അവനത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവവചനത്തിൻ്റെ അകത്തിരുന്നിട്ട് ഒരിക്കലും അവനത് ചെയ്യാൻ പറ്റത്തില്ല. അവൻ തോറ്റുപോകും. അവനൊരിക്കലും അത് ശരിയാണെന്ന് തെളിയിക്കാൻ പറ്റത്തില്ല. അവന് തെളിയിക്കണമെങ്കിൽ അവൻ ദൈവവചനത്തിൽ നിന്ന് പുറത്ത് ചാടണം. ദൈവവചനത്തിൽ നിന്ന് പുറത്ത് ചാടുന്ന ഒരുത്തന് മാത്രമേ ബിംബത്തെ മുത്താൻ പറ്റത്തുള്ളൂ, ബിംബത്തിൻ്റെ മുമ്പിൽ മെഴുതിരി കത്തിക്കാൻ പറ്റത്തുള്ളൂ, ബിംബത്തിൽ ദൈവത്തെ കാണാൻ പറ്റത്തുള്ളൂ. ദൈവവചനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഒരിക്കലും ഇത് സാധ്യമല്ല. പുറത്ത് ചാടിയിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാം, പുറത്ത് ചാടി അകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുകയില്ല, നിങ്ങൾ പൊട്ടും. അപ്പോൾ ഇവിടെ കണ്ടോ, അവർ വകവെച്ചില്ല, അവർ പഴയപടി ജീവിച്ചു. അങ്ങനെ ഈ ജനതകൾ കർത്താവിനെ ആദരിക്കുകയും തങ്ങളുടെ കൊത്തുവിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തു. അവരുടെ മക്കളും മക്കളുടെ മക്കളും തങ്ങളുടെ പിതാക്കന്മാർ ചെയ്തതുപോലെ ഈ ശമരിയക്കാരിൽ കുറെ എണ്ണത്തെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ഈ ആശ്രയം നിന്നുകൊണ്ട് താമസിച്ചിട്ട് അവർ നോക്കിയപ്പോൾ കാണാം ഇവിടെ മൊത്തം ക്ഷേത്രങ്ങൾ. അവർ തിരിച്ചിവിടെ വന്നപ്പോൾ, പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മിശ്രിത വിവാഹം കഴിച്ചു. അശ്രയക്കാരുമായിട്ട് മിശ്രിത വിവാഹം കഴിച്ചു. അതിൽ കുഞ്ഞുങ്ങളുണ്ടായി. അവരുമായിട്ട് ഇവിടെ വന്നപ്പോൾ ഭർത്താവ് അശ്രയക്കാരനല്ലേ, അവനെന്ത് ചെയ്തു? യാഹ്വേയും ആരാധിക്കും, ഈ അന്യദൈവങ്ങളെ ആരാധിക്കും. കാരണം ഇവിടുത്തെ കൾച്ചറായി മാറി. ശമരിയ കൾച്ചർ എന്താ? ഒരേ പുരോഹിതൻ തന്നെ യാഹ്വേയ്ക്കും ആരാധന നടത്തണം, മറ്റ് ദൈവങ്ങൾക്കും ആരാധന നടത്തണം. ഇതേ കൾച്ചർ തിരിച്ചു വന്ന പ്രവാസികളും ഫോളോ അപ്പ് ചെയ്തു. അവരെന്ത് ചെയ്തു? യാഹ്വേയ്ക്കും ആരാധന നടത്തി, മറ്റുള്ളതിനും സേവിക്കാൻ തുടങ്ങി. മറ്റുള്ളവരെ പുകഴ്ത്തി പറയും, യാഹ്വേയും പുകഴ്ത്തി പറയും. രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ജെറുസലേമിലുള്ള യഹൂദന്മാർ ഇവരുടെ തലമുറകളും അങ്ങനെ പോയപ്പോഴാണ് ഇവരെ അശുദ്ധരെന്നും ജാതികളെന്നും വിളിച്ചത്. അവരുടെ ബ്ലഡിലാണ് പിന്നെ പുതിയ തലമുറ വരുന്നത്. അത് കാരണമാണ് യഹൂദന്മാർ അസിറിയൻ ബ്ലഡ് ശമരിയക്കാരിലുണ്ടെന്ന് കണ്ടപ്പോഴാണ് യഹൂദന്മാർ അവരെ ജാതികൾ എന്ന് വിളിച്ചത്. അതിൽ നല്ല അബ്രാമിൻ്റെ മക്കളുണ്ടായിട്ടും അവരെ അംഗീകരിച്ചില്ല. കാരണം ഇവരുമായി ഇടപഴകി എല്ലാ ദൈവങ്ങളെയും ആരാധിച്ചു. സെക്യുലാരിസത്തിൽ ആദ്യമായി ജീവിച്ച സമൂഹമാണ് ശമരിയ സമൂഹം. അവരുടെ ജീവിതം, അവരുടെ വിശ്വാസം സെക്യുലാരിസമായിരുന്നു. അങ്ങനെ സെക്യുലാരിസത്തിൽ ആദ്യമായി എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് ആദ്യമായി ജീവിച്ചത് ശമരിയക്കാരാണ് ബൈബിളിൽ. അതാണ് ദൈവം പറയുന്നത്, അവരും അവരുടെ മക്കളുടെ മക്കളും തങ്ങളുടെ പിതാക്കന്മാർ ചെയ്തതുപോലെ ഇന്നും ചെയ്തു വരികയാണ്. ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണമേ, ശമരിയയിൽ സുവിശേഷം അറിയിക്കാൻ പീലിപ്പോസ് പോയി, അതുപോലെ തന്നെ അപ്പോസ്തലന്മാർ പോയി. അവിടെ ശമരിയയിൽ പീലിപ്പോസും മറ്റ് വ്യക്തികളെല്ലാം കൂടെ ചേർന്ന് സുവിശേഷം അറിയിക്കാൻ തുടങ്ങി.
സുവിശേഷം കേട്ടവർ മാനസാന്തരപ്പെട്ടവർ എന്തു ചെയ്തു? അവരതുവരെ ആയിരുന്ന എല്ലാ ദേവന്മാരെയും ഉപേക്ഷിച്ച് അത്യുന്നതനായ ദൈവത്തിൻ്റെ സഭയിൽ കയറി വന്നു. അവിടെ സിമന്റ് പ്രതിമകളെ വച്ചില്ല. അവിടെ കളിമണ്ണിലുണ്ടാക്കിയ വിഗ്രഹങ്ങളുടെ മുമ്പിൽ മെഴുകുതിരി കത്തിച്ചില്ല. വിഗ്രഹങ്ങളിൽ നിന്ന് കടന്നു വന്നവർ, ജാതി ആരാധനയിൽ നിന്ന് കടന്നു വന്നവർ അപ്പോസ്തലന്മാരുമായിട്ട് ചേർന്നപ്പോൾ അവർക്ക് വിഗ്രഹങ്ങളില്ലാത്ത ഒരു സഭ അവരുടെ മുമ്പിൽ ആദ്യമായി കടന്നു വരികയും അവർ വിഗ്രഹങ്ങളില്ലാതെ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ നടന്നു. ഇപ്പോൾ അവർക്ക് നേർച്ചകാഴ്ചകളില്ല. ഇപ്പോൾ അവർ സിമന്റ് പ്രതിമകളെ വെക്കുന്നില്ല. ഇപ്പോൾ അവർ ഈ കളിമണ്ണിൻ്റെ മുമ്പിൽ മെഴുകുതിരി കത്തിക്കുന്നില്ല. ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന അവർ അതെല്ലാം ഉപേക്ഷിച്ച് പീലിപ്പോസിനോട് ചേർന്ന് യഥാർത്ഥമായി ദൈവത്തെ ആരാധിച്ചു. അവരായിരുന്ന പഴയ ജീവിതത്തെ അവർ പ്രോത്സാഹിപ്പിച്ചില്ല. അതിനെക്കുറിച്ച് ന്യായവാദങ്ങൾ അവർ പറഞ്ഞില്ല. അതിനെക്കുറിച്ച് നേർച്ചകാഴ്ചകളെക്കുറിച്ച് അവർ പ്രസംഗിച്ചില്ല. അവർ കറക്റ്റ് ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ അവർ തീരുമാനമെടുത്തു. അങ്ങനെ ദൈവത്തിൻ്റെ വചനം ശമര്യക്കാരിലെത്തിയെന്നും ദൈവത്തിൻ്റെ വചനം ശമര്യക്കാരിലെത്തിയെന്ന് അപ്പോസ്തല പ്രവർത്തനത്തിൽ പറയുമ്പോൾ എന്താണ് ദൈവത്തിൻ്റെ വചനം ശമര്യക്കാരിലെത്തുന്നു, ശമര്യക്കാർ ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചു അപ്പോസ്തലന്മാരുടെ ഭാഷയിൽ പറയുവാണെങ്കിൽ അതിനെന്താണ് അർത്ഥമാക്കുന്നത്? ദൈവത്തിൻ്റെ വചനം ശമര്യക്കാർ സ്വീകരിച്ചു എന്ന് അപ്പോസ്തല പ്രവർത്തനത്തിൽ പറയുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. സ്വീകരിച്ചു, ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ത്? ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അവർ പഴയ അവരുടെ ജീവിതത്തിൽ വെറുത്തുപേക്ഷിക്കുകയും യേശുക്രിസ്തുവിലൂടെ സഭ നൽകുന്ന പുതിയ ഉപദേശത്തെ അവർ സ്വീകരിച്ചു, അവരതിലേക്ക് മാറി എന്നർത്ഥം. നമ്മുടെ കണക്ക് കള്ളന്മാരല്ലായിരുന്നു. നമ്മുടെ കണക്ക് സ്തോത്ര ഹാലേലൂയ പ്രാർത്ഥന. പക്ഷെ സൈഡിലൂടെ എല്ലാവിധ കലാപരിപാടിക്കും പോയി എത്തി നോക്കുന്ന കള്ളപ്പരിപാടിയൊന്നും അവർക്കില്ലായിരുന്നു, ശമര്യക്കാർക്കില്ലായിരുന്നു. അവർ ഡീസൻ്റ് ആയിട്ട് ദൈവവചനം അവരിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവർ അപ്പോസ്തലന്മാരെ പോലെ തന്നെ വിഗ്രഹങ്ങളില്ലാതെ നേർച്ചകാഴ്ചകളില്ലാതെ അവർ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായി മാറി. അവർക്ക് ഈ കള്ളസൂത്രമൊന്നും ഇല്ലായിരുന്നു. ഇനിയും നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ വന്നപ്പോൾ അപ്പോസ്തലന്മാർ ഉടനെ ജെറുസലേമിൽ വിവരം അറിയിച്ചു. ജെറുസലേമിൽ വിവരമറിയിച്ചിട്ട് ജെറുസലേമിൽ വന്ന് പത്രോസിനോട് പറഞ്ഞു. അവരെല്ലാം ദൈവവചനം സ്വീകരിച്ചു. പത്രോസെ വരാൻ പറഞ്ഞു. പത്രോസും പ്രധാനപ്പെട്ട അപ്പോസ്തലന്മാരെല്ലാം ശമര്യയിലേക്ക് പറന്നു കയറി. അവിടെ ചെന്ന് ഭയങ്കരമായി ദൈവവചനം നൽകുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് കൂടുതൽ യേശു ദൈവമാണെന്ന് അവിടെ സ്ഥാപിക്കുകയും ജനങ്ങളെല്ലാം ആശ്ചര്യപ്പെടുകയും അനേകം പേർ സ്നാനം സ്വീകരിക്കുകയും കർത്താവിൻ്റെ വചനത്തിൽ അവരായിത്തീരുകയും ചെയ്തു. അതാണ് വചനത്തിലായിത്തീരുക എന്ന് പറഞ്ഞാൽ ഈ തോന്നിവാസങ്ങളൊന്നും ഇല്ലാത്ത ശരിയായ ജീവിതം തിരഞ്ഞെടുക്കുക എന്നാണ് അർത്ഥം. അങ്ങനെ ആ കൂട്ടത്തിൽ ശിമയോൻ എന്ന് പേരുള്ള ഒരു മന്ത്രവാദിയും കൂടെ മാനസാന്തരപ്പെട്ടു. മന്ത്രവാദി എന്തു ചെയ്തു? തങ്ങൾ അതുവരെ മന്ത്രം ചെയ്തുകൊണ്ടിരുന്നതെല്ലാം അവൻ വലിച്ചെറിഞ്ഞു. അവനും യേശുവിൻ്റെ രക്ഷ തിരിച്ചറിഞ്ഞു. അവനും ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ അവനും തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ അവൻ്റെ അകത്ത വിത്ത് പുറത്തേക്ക് വരാൻ തുടങ്ങി. അവൻ്റെ അകത്ത സ്പിരിറ്റ് പുറത്തു വരാൻ തുടങ്ങി. പത്രോസ് വന്ന് ആരുടെയൊക്കെ മേൽ കൈവെക്കുന്നു അവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയുന്ന കണ്ടപ്പോൾ ഇവൻ്റെ അകത്തിരുന്ന സ്പിരിറ്റ് ഇവനെ കൊണ്ട് പറയിപ്പിച്ചു. കുറച്ച് പൈസ എടുത്ത് പത്രോസിൻ്റെ കയ്യിൽ ഇങ്ങനെ പതുക്കെ ഈ നമ്മുടെ ഈ തോർത്തെടുത്ത് കൈയുടെ മണ്ടേ കൂടി ഇട്ടിട്ട് ഒരു ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് തോർത്ത് കൈയുടെ മണ്ടേ കൂടി ഇട്ടിട്ട് ഇങ്ങനെ പൈസ കൊടുക്കുമല്ലോ, കാളച്ചന്തയിലെ പരിപാടി അത് എന്ന് പറയുന്നത് പോലെ അവൻ കുറച്ച് പൈസയൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് എന്നിട്ട് പറഞ്ഞു, ഇത് പിടി കുറച്ച് പൈസ ഉണ്ട്, സഭയ്ക്ക് വേണമെങ്കിൽ വെച്ചോ. ഇതേപോലെ പരിപാടി എനിക്കും ഒന്ന് താ. അതെന്ത് പരിപാടിയാ? ഞാൻ ആരുടെ തലേ കൈവച്ചാലും അവർ കറങ്ങി അടിച്ച് തറ വീഴണം. എന്നിട്ട് ഞാൻ വിട്ടുപോ എന്ന് പറയുമ്പോൾ അവരിൽ നിന്ന് പിശാച് പോകണം. അങ്ങനെ ഞാനും ഡെലിവറൻസ് ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് 4 പേരറിയണം. സംഭവം മനസ്സിലായോ? സംഭവം പിടികിട്ടിയോ? ഈ അപ്പോസ്തലന്മാർ വന്ന് കൈവെക്കുമ്പോൾ അവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയുന്നത് പോലെ എനിക്കും ഞാൻ ആരുടെ മേൽ കൈവെക്കുന്നോ
അവരും പരിശുദ്ധാത്മാവിൽ നിറയണം. അങ്ങനെ അവസാനം എന്തോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈക്കൂലി അങ്ങോട്ട് കൊടുത്തിട്ട് പരിശുദ്ധാത്മാവിനെ എന്തോ പറയുന്നത്, പരിശുദ്ധാത്മാവിനെ വേണമെന്നുമല്ല പറയുന്നത്. നീ കൈവെക്കുമ്പോൾ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നിട്ട് അവരിങ്ങനെ അന്യഭാഷകൾ പറഞ്ഞ് പ്രവചനം പറഞ്ഞ് അവരിങ്ങനെ അങ്ങോട്ട് പറന്ന് പോകുന്നത് പോലെ ഞാനും അങ്ങോട്ട് കൈവെക്കുമ്പോൾ പടപടപടന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളോട് നടക്കണം. അങ്ങനെ 10 പേരുടെ മുമ്പിൽ എനിക്കൊരു നിപ്പ് നിൽക്കണം. നീ ഇങ്ങോട്ട് തന്നേ, ആ വരം ഇങ്ങോട്ട് തന്നേ. അപ്പോൾ ഇവൻ്റെ ഈ സ്വഭാവം കണ്ടപ്പോഴത്തേക്ക് പത്രോസിൻ്റെ സ്വഭാവം അങ്ങ് മാറി. പത്രോസ് പറഞ്ഞു, ദൈവം ഇനി നിന്നോട് ക്ഷമിക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. നിനക്ക് ഇതിൻ്റെ അകത്ത് ഒരു പങ്കുമില്ല, നിനക്ക് ഇതിൻ്റെ അകത്ത് ഒരു പങ്കുമില്ല. ഇനി ദൈവം നിന്നോട് ക്ഷമിക്കോ ഇല്ലയോ എന്നുള്ളത് ആര് കണ്ടെന്ന് പറഞ്ഞു. എന്താ കാരണം എന്നറിയോ? അവൻ ശമരിയക്കാരനാ. അവൻ ജാതീയമായ ചിന്തയിലൂടെ അത്യുന്നതനായ ദൈവത്തെ, സഭയെ സമീപിക്കാൻ നോക്കി. അവൻ ശമരിയക്കാരനാ. ജാതീയ ചിന്തയിൽ ശമരിയക്കാരൻ എന്താ ചെയ്തത്? അവൻ്റെ ശമരിയയിലെ തുടക്കം എങ്ങനെ? ഒരു പുരോഹിതനെ വെച്ചുകൊണ്ട് ശുശ്രൂഷ പണം കൊടുത്ത് കൈമാറി. അങ്ങനെ ശുശ്രൂഷ ശമരിയക്കാർ പഠിച്ചെടുത്ത് യാഗവയെ സേവിച്ചു. ഇവനും ഒരു യഹൂദ ശമരിയക്കാരനാ. ഇവനും അതേ സംഭവം തന്നെ കാണിച്ചു. ശുശ്രൂഷ പണം കൊടുത്ത് കൈമാറാൻ നോക്കി. കാരണം അവൻ്റെ അകത്ത് കിടക്കുന്ന ശമരിയ അവൻ്റെ ജാതീയ സ്വഭാവമാണ്, ജാതീയ വിശ്വാസം. പണ്ട് അതിന് തെളിവുകളുമുണ്ട് അവൻ്റെ കയ്യിൽ. പക്ഷെ ആ ജാതീയ വിശ്വാസം അവൻ സഭയിലേക്ക് അടിച്ചു കൊണ്ടുവരാൻ നോക്കി. അവനോട് പത്രോസ് പറഞ്ഞു, നിനക്കിനി ഒരു പങ്കുമില്ലടാ എന്ന് പറഞ്ഞു. നിനക്കിനി ഒരു പങ്കുമില്ല. അപ്പോൾ അവന് വെപ്രാളമായി. അവൻ നമ്മുടെ കണക്കല്ലായിരുന്നു. നീ ദൈവവചനം സ്വീകരിച്ചവനാണ്. സ്വീകരിച്ചവൻ്റെ റൂട്ടിൽ പൊയ്ക്കോണം. നമ്മുടെ ഇവിടെ കേരളത്തിലുണ്ട്, അവൻ്റെ അറിവുകേട് ദൈവം ക്ഷമിക്കും, അവൻ്റെ അജ്ഞതയുടെ കാലഘട്ടം. പത്രോസ് അതൊന്നുമല്ല. പത്രോസ് പറഞ്ഞു, നിന്റെ അറിവുകേടോ അതൊന്നും ഇവിടെ കല്ലുവല്ലി. പോ, ദൈവം ക്ഷമിക്കുന്ന ക്ഷമിക്കട്ടെ, നീ പോയി അനുദപിച്ച് പ്രാർത്ഥിച്ചു. ഒരു അപ്പീലും ഇല്ല. നിങ്ങളായിരുന്നുണ്ടെങ്കിൽ പറഞ്ഞനെ, അവനൊരു സുവിശേഷകനേ അല്ല, അവന് ക്രിസ്തു അയച്ചതേയല്ല. സുവിശേഷം സ്നേഹത്തിൻ്റെതാണ്. സുവിശേഷം നീ എന്ത് ചെയ്താലും കോപിക്കരുത്. സുവിശേഷം നീ കർത്താവിനെ ആരാധിക്കും, ജ്യോതിഷത്തിൻ്റെ പുറകിലും പോവും. അപ്പോൾ കർത്താവിൻ്റെ ദാസന്മാരൊന്നും ഒന്നും മിണ്ടരുത്. അതാണ് സുവിശേഷം. പോയി വല്ല പണിയും നോക്ക് നിങ്ങൾ. ഇത് വളരെ നിങ്ങൾ ശ്രദ്ധിച്ചോളുക. പത്രോസ് പറഞ്ഞു, നിനക്ക് ഇതൊന്നും കിട്ടത്തില്ലടാന്ന് പറഞ്ഞു.